കാവ്യ വിപ്ലവത്തിന്റെ സ്നേഹഗായകൻ മഹാകവി കുമാരനാശൻ. ഇത് പല്ലന കുമാരകോടിയിലുള്ള കുമാരനാശന്റെ സ്മൃതി മണ്ഡപം. കുമാരനാശന്റെ കവിതകളിൽ ഒരു വരി പോലും നാവിൻ തുമ്പത്തില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല. 1873 ഏപ്രിൽ 12 തിരുവനന്തപുരത്തെ കായ്ക്കരയിൽ തൊമ്മൻ വിളാകം വീട്ടിലാണ് ആശാൻ ജനിച്ചത്. പുത്തൻകടവത്ത് നാരായണന്റെയും കൊച്ചുപെണ്ണെന്ന കാളിയമ്മയുടെയും രണ്ടാമത്തെ മകനായിരുന്നു ആശാൻ. മാറ്റവും ചട്ടങ്ങളെ എന്ന ആശാന്റെ ഈ വാചകം കേരള സമൂഹത്തെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ദുരവസ്ഥ എന്ന കൃതിയിലാണ് ആശാൻ ഈ വാചകം എഴുതി ചേർത്തത്. 1891 കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ആശാന്റെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. ആശാനിലെ പ്രതിഭയെ മനസ്സിലാക്കിയ ഗുരു അദ്ദേഹത്തെ അരുവിപ്പുറത്തേക്ക് ക്ഷണിച്ചു. അങ്ങനെ കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായി. നാം പഠിച്ച വിദ്യാലയങ്ങളിൽ കേട്ട് ശ്രവിച്ച കവിതകളിൽ ഏറ്റവും കൂടുതൽ ആശാന്റെ കവിതകളായിരുന്നു. ആശാന്റെ കവിതകൾ നമ്മുടെ ഹൃദയം കവരുന്നതായിരുന്നു. ദിവ്യ പ്രണയവും യഥാർത്ഥ മനുഷ്യ ജീവിതവും ഒക്കെ വിഷയമാക്കിയ ആശാന്റെ പോരാട്ട വീര്യമാണ് അദ്ദേഹത്തിന്റെ കവിതകളിൽ നാം കണ്ടത്. ആശാന്റെ കവിതകൾ കേരള സമൂഹത്തിൽ ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിച്ചു. ഓരോ കവിതകളും യഥാർത്ഥ ജീവിതങ്ങളായിരുന്നു. കുമാരനാശാന്റെ കവിതകൾ ഒരു തവണയെങ്കിലും കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. പല്ലനെ ആറ്റിന്റെ തീരത്താണ് ആശാന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ലോകോത്തര ശൈലിയിലാണ് ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ ബോട്ടിന്റെയും മറുവശത്തു നിന്ന് നോക്കുമ്പോൾ തൂലികയുടെയും മാതൃകയിലാണ് ഇതിന്റെ നിർമ്മാണം. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കവിയായിരുന്നു കുമാരനാശൻ. അദ്ദേഹം പ്രതിഭ എന്ന മാസികയുടെ പത്രാധിപൻ കൂടിയായിരുന്നു. ആശാൻ രചിച്ച ഒരു ഖണ്ഡകാവ്യമാണ് വീണപൂവ്. 1907 ഡിസംബറിൽ മിതവാദി പത്രത്തിലാണ് ആദ്യമായി വീണപൂവ് പ്രസിദ്ധീകരിക്കുന്നത്. ഒരു സിംഹപ്രസവം, നളിനി, ലീല, ബാലരാമായണം, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി, കരുണ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ഈ കാണുന്ന ആറ്റിലാണ് കുമാരനാശൻ സഞ്ചരിച്ചിരുന്ന ബോട്ട് അപകടത്തിൽപ്പെട്ടത്. 1924 ജനുവരി 16 കൊല്ലത്ത് നിന്നുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ആലപ്പുഴയിലേക്കുള്ള യാത്രാമധ്യത്തിൽ അദ്ദേഹം സഞ്ചരിച്ച റെഡീമർ എന്ന ബോട്ട് പല്ലനയാറ്റിൽ മുങ്ങി. 51-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. തോട്ടപ്പള്ളിയിൽ നിന്നും ഏകദേശം 3.5 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ആശാന്റെ സ്മാരകത്തിലേക്ക് എത്താം.
എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയാലും ആശാന്റെ കൃതികളും ഓർമ്മകളും തലമുറകളിലൂടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും.